എല്ലാവർക്കും AK വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം AK. അപ്പൊ ഇന്ന് ഞാൻ എന്റെ മുത്തുമണികൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ്. അത് വലിയൊരു പ്രശ്നമാണല്ലേ. അതുകൂടാതെ കണ്ണിന്റെ ചുറ്റും പ്രായം കൊണ്ടുണ്ടാകുന്ന ചുളിവുകൾ കുറക്കാനും, പിന്നെ നമ്മള് ലാപ്ടോപ്പ് മൊബൈലൊക്കെ നോക്കി കണ്ണിന്റെ ചുറ്റും എപ്പോഴും ഒരു ഡൾ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഒരു ഉറക്കം തോന്നിയ ഒരു ഫീല് അല്ലെ. ഇപ്പൊ ചില സമയം എന്റെ കണ്ണിനും ആ ഒരു പ്രശ്നമുണ്ട്. രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ കണ്ണിനൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ കണ്ണിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് ഞാൻ ചെയ്യുമ്പോൾ അത് എന്റെ മുത്തുമണികൾക്ക് കൂടി കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാണ്. ഒരു അടിപൊളി കുറച്ച് ടിപ്സുകളാണ്. അപ്പൊ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം തന്നെ നമ്മള് ഐസ് ക്യൂബോ ഐസ് വാട്ടറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതെടുത്ത് കണ്ണിന് ചുറ്റും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് കിട്ടുന്നില്ലല്ലോ കൈസ്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു തന്നത് മെയിനായിട്ട് നമ്മളെ കണ്ണ് രാവിലെ ആകുമ്പോൾ ഒരു വേദന പോലെയോ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകൾ, നമ്മൾ കുറേ സമയം മൊബൈലെല്ലാം നോക്കിയിട്ട് കണ്ണിന് ഒരുപാട് അസ്വസ്ഥതകൾ വരാം അല്ലേ. അപ്പൊ അതിന് ഒരു സൊല്യൂഷനാണ് ഈ ഒരു സാധനം. ഒരു പരിധി വരെ നമുക്ക് കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുമ്പോൾ തന്നെ എന്ത് സുഖാന്നറിയാം. അപ്പൊ നിങ്ങൾക്ക് ഞാനിത് മുന്നത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വളരെ യൂസ്ഫുൾ ആയ ഒരു സംഭവമാണ് കേട്ടോ. വളരെ യൂസ്ഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് റിലാക്സ് ആവാനും കണ്ണിന് ചുറ്റുമുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഒക്കെ ഇത് വളരെ നല്ലൊരു സാധനമാണ്. നല്ല സുഖം. ഇതിങ്ങനെ കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇല്ലേ നമുക്ക് നല്ലൊരു റിലാക്സ്, നമ്മൾ നന്നായി റിലാക്സ് ആവും. നിങ്ങൾ ഇതൊന്ന് വാങ്ങി ഒന്ന് പരീക്ഷിച്ച് നോക്ക്. അപ്പൊ നമ്മളിത് കണ്ണിന്റെ ചുറ്റും ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്തൊരു സുഖം എന്നറിയാം. നല്ല രസം, നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. രാവിലെ എണീച്ചിട്ട് നമ്മൾ ഇതുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ണിന് മാത്രമല്ല മുഖത്തും ഒക്കെ ചെയ്യാം. മുഖത്ത് ചെയ്യുന്നതിനോട് കൂടി തന്നെ കണ്ണിനും മുഖം തന്നെ ഒരു ഗ്ലോ വരും. ഐസ് ക്യൂബ് കൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ കണ്ണിന് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾക്ക് ഐസ് ക്യൂബ് എന്നല്ല ഏതൊരു ഹാർഡായിട്ടുള്ള സാധനം വെച്ച് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ സ്കിന്നിന് പ്രശ്നങ്ങൾ, അതായത് സ്കിന്നിന് ചെറുതായിട്ട് മുറിയാനും അതിന് സാധ്യതയുള്ളൂ. അതായത് ഇപ്പൊ ഐസ് ക്യൂബ് എന്നല്ല ഏത് സാധനമായാലും അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഐസ് ക്യൂബ് കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊന്നും സംഭവിക്കാനൊന്നും പോലെ. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാം. നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ കറ്റാർ വാഴ ജെല്ല്. കറ്റാർ വാഴ ജെല്ല് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ജെല്ല് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ വീട്ടിലുള്ള ജെല്ല് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാല് നമ്മളെപ്പോഴും കറ്റാർ വാഴ പൊട്ടിച്ചിട്ട് എടുക്കുമ്പോൾ അതിന്റെ ഒരു മഞ്ഞ കളർ കറയുണ്ട്, അത് കളയണം കേട്ടോ. ഇതിപ്പോ നമ്മള് കറ്റാർ വാഴന്റെ ജെല്ല് എടുത്തിട്ട് കണ്ണിന്റെ രണ്ട് കണ്ണിന്റെയും അവിടെ അങ്ങനെ ഇതാക്കിയിട്ട് നമ്മളുടെ ഈ ഒരു ഫിംഗറില്ലേ മോതിര വിരല് അതിനോണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ S&8 എന്ന് എഴുതുക. ഇങ്ങനെ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 തവണ അങ്ങനെ S&8 എന്ന് എഴുതുക. പിന്നെ റൗണ്ട് ചെയ്യുക. അങ്ങനെ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്തിട്ട് കിടക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഗ്ലിസറിനാണ്. ഇത് ഗ്ലിസറിനും റോസ് വാട്ടറും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ട് വെച്ചതാണ്. അപ്പോൾ ഒരു ഡ്രോപ്പ് എടുക്കുക. ഒരു ഡ്രോപ്പ് എടുത്തിട്ട് നമ്മൾ ഈ കണ്ണിന്റെ ഈ സൈഡിലും ആക്കി കൊടുക്കുക. ഗ്ലിസറിനൊക്കെ നമുക്ക് വളരെ നല്ല സാധനം കേട്ടോ. ഗ്ലിസറിൻ വെച്ചിട്ട് ഇതേ പ്രോസസ്സ്. നിങ്ങൾക്കറിയാം കറ്റാർ വാഴ ജെല്ലൊന്നും വലിയ പൈസ ചെലവുള്ള സാധനമൊന്നുമല്ല. കറ്റാർ വാഴ ജെല്ലെല്ലാം ഇപ്പം ഇന്നത്തെ കാലത്ത് എല്ലാവരും വീട്ടുകളിൽ ഷോനായിട്ടും പല കാര്യങ്ങൾക്കായിട്ട് കറ്റാർ വാഴ ജെല്ല് വീട്ടിൽ വളർത്തുന്നുണ്ട് അല്ലെ. ഒരു കറ്റാർ വാഴ ചെടി വാങ്ങി വളർത്താൻ വലിയ ചിലവൊന്നുമില്ല അല്ലേ. നമ്മളെ തൊട്ടടുത്തുണ്ടെങ്കിൽ ഒരു ചെടി വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമുക്കിതാവും. ഇനി ഇതിലെല്ലാം ഉപരി സൂപ്പർ റിസൾട്ട് തരുന്ന അടിപൊളി ഒരു ഐറ്റമാണ്, അഡാർ ഐറ്റമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് നിങ്ങൾ ഫേസിലായാലും
കണ്ണിന്റെ ചുറ്റുമായാലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ഉള്ള ഒരു സാധനമാണ് ഗൈസ്. അപ്പൊ ഇതിൽ നമ്മൾ ഞാനിപ്പോൾ കണ്ണിന് മാത്രമാണ് ആക്കുന്നത്, ഫേസിലും നമുക്ക് അതേപോലെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ഒരു ഡ്രോപ്പ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അടിപൊളി മില്ലിൽ ആട്ടിയ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ. മില്ലിലെ വെളിച്ചെണ്ണ മതി, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ വേണമെന്നൊന്നുമില്ല. അതിലേക്ക് ഒരു കുറച്ച് കറ്റാർ വാഴ ജെല്ലും കൂടിയിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ബൗളൊന്നും എടുക്കാൻ കഴിയില്ല, ഞാനിത് പനക്ക് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഡയറക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താ പാത്രത്തിലെല്ലാം ഇട്ടിട്ട് ചെയ്യുക. അപ്പം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ഇതിങ്ങനെ കണ്ണിൻ്റെ ചുറ്റും മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്, കണ്ണിൻ്റെ ചുറ്റുമുള്ള ചുളിവുകൾ, വരകൾ, റിങ്കിൾസ് അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം മാറാൻ ഇത് ബെസ്റ്റ് സൊല്യൂഷനാണ് ഗൈസ്. ബാക്കിയുള്ളത് നമുക്കിങ്ങനെ ഫേസിലിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫേസിലാ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഈ കണ്ണിന് രണ്ട് കണ്ണിനും ഇങ്ങനെ മസാജ് ചെയ്യാം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, മസാജാണ് നമുക്ക്. ഇപ്പം നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ താഴത്തേക്ക് അത് നേരം സ്ട്രെച്ച് ആവും. മുകളിലോട്ടും താഴോട്ടും നോക്കുക. അപ്പോൾ നമുക്ക് തന്നെ പറഞ്ഞറിയാം നമ്മളെ കണ്ണിനൊരു എന്തോ ഒരു ബലം പോലെ. പിന്നെ ഇത് ഇങ്ങോട്ട് വലിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിന് എന്താ അങ്ങനെ ഇങ്ങനെ ഒന്നും പറയേണ്ട ആരും. ഇതൊക്കെ ഞാൻ ചെയ്യുന്ന എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഗൈസ്. എനിക്ക് ഞാൻ ഒരാഴ്ച ഒരു മാസത്തോളം ഞാൻ ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല മുഖത്ത്, കണ്ണിനൊന്നും. അല്ലെങ്കിൽ ഞാനിങ്ങനെ വേറെ ഇങ്ങനെ പൈസ കൊടുത്തിട്ടൊന്നും ഞാനൊന്നും ചെയ്യാറില്ല. ഞാൻ വീട്ടിൽ തന്നെ നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്യും. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടൊന്നും ചെയ്യാണ്ട് നിൽക്കുമ്പോൾ എനിക്ക് നോക്കുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി എൻ്റെ ഇവിടെയൊക്കെ ചുളിവ്, ഇവിടെ ഇങ്ങനെ ചിരിക്കുമ്പോൾ ചുളിവ്. പിന്നെ എനിക്ക് ആകെ ടെൻഷനായി. എന്താ പറഞ്ഞെങ്കിൽ നമുക്കൊരുപാട് മാനസികമായ പ്രശ്നങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മുടെ സ്കിന്നൊക്കെ സൂക്ഷിക്കുന്നതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നതല്ലേ. അപ്പോൾ ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. ഇവിടെ ഉണ്ടോ, ഇങ്ങനെയൊക്കെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ കണ്ടോ ഇവിടെയൊക്കെ ഇപ്പോൾ ഉണ്ട് കണ്ടോ നല്ലോണം കുറഞ്ഞ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് വന്നത് കണ്ടോ. അപ്പോൾ ഇതെപ്പോഴും നിങ്ങളിങ്ങനെ ചെയ്തോ, അടിപൊളി റിസൾട്ടാണ് ഗൈസ്. നമുക്കറിയാം വെളിച്ചെണ്ണ നല്ലൊരു മസാജിങ് ഏജൻ്റാണല്ലേ. വെളിച്ചെണ്ണ സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ചെയ്യുക. വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നമ്മൾ മില്ലിലാട്ടി വെളിച്ചെണ്ണ തന്നെ എടുക്കുക. നമ്മൾ പാക്കറ്റ് വെളിച്ചെണ്ണ ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക. പാക്കറ്റ് വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കുന്നത് വലിയ നല്ലതൊന്നുമല്ല. അപ്പോൾ എൻ്റെ മുത്തുമണികൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എൻ്റെ മുത്തുമണികളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.